Golden Skog, Harihara Veera Mallu. Part 1. Sword vs. Spirit. ഇത് ഒരു പീരീഡ് ആക്ഷൻ അഡ്വഞ്ചറാണ്. ഡയറക്ടേഴ്സ് രണ്ടുപേരുണ്ട്. ക്രിഷ് ജഗർലമുട്ടി, അദ്ദേഹം പണ്ട് വാണം എന്നൊക്കെ പണ്ടുള്ള സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ ജ്യോതി കൃഷ്ണ, ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ സംവിധാനിച്ചിട്ടുള്ളത്. മ്യൂസിക് സാക്ഷാൽ MM കീരവാണി, മ്യൂസിക്കും ഒറിജിനൽ സ്കോറും. അദ്ദേഹം ഇതിൽ മാക്സിമം പണി എടുത്തിട്ടുണ്ട്. അദ്ദേഹം വാങ്ങിച്ച കാശിൻ്റെ 10 ഇരട്ടി പണി അദ്ദേഹം എടുത്തിട്ടുണ്ട്. അദ്ദേഹം മാത്രമാണ് ഇതിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു പണി എടുത്തിട്ടുണ്ടെങ്കിലും ഉള്ളത്. നമ്മുടെ കിങ് ഓഫ് കൊത്തയിൽ തിരക്കട അതിനകത്ത് JXP ജോയ് എടുത്തൊരു പണിയുണ്ടല്ലോ, പടം കാട്ടവരാതാണെങ്കിലും അതിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഗംഭീരമായിരുന്നല്ലോ. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഒരു ലോഡ് ആൾക്കാർ ചേർന്നിട്ടാണ് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ ഒട്ടുമിക്ക ഫൈറ്റ് മാസ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ പീറ്റർ ഹെയ്ൻ, രാം ലക്ഷ്മൺ, ദിലീപ് സുബ്രായൻ, സ്റ്റൺ സിൽവ, ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാം കൂടി ചേർത്ത് ചെയ്ത് വെച്ച സാധനം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ. പിന്നെ VFXും വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം VFX. പലത് നമ്മൾ ഇപ്പോൾ റാൻഡംലി കാണുന്ന പല AI വീഡിയോസില്ലേ, അതൊക്കെ ഇതിലുള്ള VFXിനെക്കാളും ബെറ്ററാണ്. ബാക്കിയുള്ള ടെക്നീഷ്യൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. എന്തിനാടാ പറഞ്ഞിട്ട്. പീരീഡാണല്ലോ പരിപാടി. 17th സെഞ്ച്വറിയാണ് കാണിക്കുന്നത്. സിനിമ ആരംഭിക്കുന്നത് 1650 AD. കൊല്ലൂർ മൈനിൽ നമ്മുടെ ഒരു KGF സെറ്റപ്പാണ്. കുറേ അപ്പാവികൾ മൈനിൽ പണിയെടുക്കുന്നു. അവിടെ ഒരു ചെക്കന് ഒരു ചെറിയ ഡയമണ്ട് കിട്ടുന്നു. അത് ഈ സിനിമ മൊത്തം KGFും ബാഹുബലിയും കൂടെ കൂട്ടിക്കുഴച്ച് ഉണ്ടാക്കിയെടുത്തുള്ള ഒരു അപരാധം. അതാണ് പിന്നെ ഈ സിനിമ. ഹരിഹര വീര മല്ലു. ഈ മല്ലു എന്നിട്ടേക്കുന്നത് മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? ഈ KGF ഇറങ്ങിയതിന് ശേഷം എല്ലാവർക്കും KGF പോലത്തെ പടം വേണം, ഭയങ്കര ഡാർക്കായിട്ട്. ഈ കരിപ്പടി യൂണിവേഴ്സിലുള്ള പടം. ബാഹുബലി ഇറങ്ങിയതിന് ശേഷം അതും വേണം. ഈ അമർ ചിത്രകഥയെ പോലത്തെ സെറ്റപ്പ് എടുത്തിട്ട് വൻ ഓവർ ദ ടോപ്പുള്ള വൻ ഭീമാകാരം പടങ്ങൾ. പക്ഷെ ഒന്നും എടുത്തിട്ട് എല്ലാം കാട്ടവരാതംസ് ആഫ്റ്റർ കാട്ടവരാതംസ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു വന്നത് ഇത് 17th സെഞ്ച്വറി മുഗൾ ചക്രവർത്തി ഔറംഗസേബക്കുള്ള സമയമാണ്. ആ സമയത്ത് ഈ കോഹിനൂർ രത്നം അത് തേടിപ്പോകുന്നതാണ് നമ്മുടെ കഥാനായകൻ ഈ മല്ലു. അത് പവൻ കല്യാണാണ് ചെയ്തിരിക്കുന്നത്. ഔറംഗസേബായിട്ട് ബോബി ഡിയോളാണ്. ബോബി ഡിയോൾ ലുക്കൊക്കെ കൊള്ളാം, പക്ഷേ ഈ സിനിമയ്ക്കകത്ത് വർക്ക് ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. അദ്ദേഹം മുസ്ലിം റെപ്രസെൻറ്റേറ്റീവാണ്, ഇദ്ദേഹം ഹിന്ദു റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ഹിന്ദു മുസ്ലിം ഡ്യുവാലിറ്റി. അത് കുറേ കാലങ്ങളായിട്ട് ഈ മുഗൾ ഇങ്ങനത്തെ സിനിമകൾ വരുന്ന സമയത്തൊക്കെ, ഇപ്പോൾ ചാവയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് വെച്ചിട്ടുള്ള പരിപാടികളാണ് കൂടുതലും. അങ്ങനത്തെ ഡയലോഗ്സ് ഉണ്ട്. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ആലങ്കറി, ദുവ, കാഫിർ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ആര്? ഈ ഔറംഗസേബിൻ്റെ കഥാപാത്രം. മറ്റേ ആൾ ആ ലെവലിലുള്ള കുറേ സാധനങ്ങൾ, അങ്ങനെയുള്ള പരിപാടികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ബാഹുബലിൻ്റെ കുറേ പരിപാടികളുണ്ടെന്ന്. അതിൽ ഈ കഥാനായകൻ്റെ ഈ ഗ്രേറ്റ് വൈറ്ററായിട്ടുള്ള ഹരിഹര വീര മല്ലുവിനെ കിട്ടുന്നത് നമ്മുടെ രാജഗുരു. അത് ബാഹുബലിയിലുള്ള ഇദ്ദേഹം തന്നെ, സത്യരാജ്. രാജഗുരുവിന് കിട്ടുവാണ്. എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു പുഴയിൽ കൂടെ ഒഴുകി വരികയാണ്. എന്തിനാണ് ഒഴുകി വരുന്നത്? ഈ കോഴിയൊക്കെ മൂടുന്ന കൊട്ടയില്ലേ, ആ കൊട്ടയിൽ ഇങ്ങനെ ഒലിച്ച് വരുവാണ്. ആര്? ഈ കുട്ടി എന്ന് പറയുന്നത് പിൽക്കാലത്ത് വൈറലായിട്ടുള്ള ഹരഹര മഹാരാജ്. അപ്പോൾ പുള്ളി വരുവാണ്. അപ്പോൾ പുള്ളി വരുന്ന സമയത്ത് ഒരു ശ്രീകൃഷ്ണ പരന്ത് വന്നിട്ട് പിന്നെ സംരക്ഷണം കൊടുക്കും. അപ്പം അതുകൊണ്ടാണ് തോന്നുന്നു പിന്നീട് ഇദ്ദേഹത്തിന് പറക്കാനുള്ള കഴിവാണ്. അതായത് കുരുവിയിൽ വിജയ് പറക്കുന്നതിലും നന്നായിട്ട് അതിലും ദൂരം നിരന്തരം പറന്നുകൊണ്ടിരിക്കും. ആര്? ഈ ഹരഹര മഹാരാജ്. ഇങ്ങനെ പറക്കാൻ കഴിവുള്ള. അപ്പം കുട്ടിയെ കിട്ടിയ ഉടനെ തന്നെ ഇദ്ദേഹം എടുത്ത് പൊക്കുക. ബാഹുബലിയുള്ള അതേപോലത്തെ സീൻ കുട്ടിയെടുത്ത് ഇങ്ങനെ വായുവിലേക്ക് ഉയർത്തിയിട്ട് എന്താ പറയുന്നത്, അമരേന്ദ്ര ബാഹുബലി അല്ല, ഹരിഹര വീര മല്ലു. അതാണ് കഥാനായകൻ. ഞാൻ ഇന്നോളം കണ്ടുള്ള സിനിമകളിൽ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അതായത് ഇതൊരു അന്യഭാഷ ചിത്രമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ടൈറ്റിൽ ഒക്കെ മലയാളത്തിൽ ചുമ്മാ ഇവിടുന്ന് ആരെങ്കിലും ടൈപ്പ് ചെയ്ത് വിട്ടതായിരിക്കും. അപ്പോൾ AM രത്നം ഉണ്ടല്ലോ, അദ്ദേഹമാണ് ഈ സിനിമ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നിർമ്മാണം വേറെ ആൾക്കാരുണ്ട്. AM രത്നം പ്രസൻറ്റ്സ്. അപ്പോൾ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുകയാണേ, AM രത്നം എന്ന് മതിയാവും നിർമ്മാണം എന്ന്. സീരിയസ്ലി എഴുതി വെച്ചിരിക്കുകയാണ്, AM രത്നം എന്ന് മതിയാവും നിർമ്മാണം എന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ടൈപ്പ് ചെയ്യുന്നവന് പുറകുന്ന ആരോ പറഞ്ഞു കൊടുത്താം, AM രത്നം എന്ന് മതിയാവും നിർമ്മാണം. അതായത് AM രത്നത്തിൻ്റെ പേര് മാത്രം എഴുതിയാൽ മതി എന്നാണ് ഉദ്ദേശിച്ചത്. അത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്, സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചേക്കുന്നത് AM രത്നം എന്ന് മതിയാവും നിർമ്മാണം. വാവ്. ഹരിഹര വീര മല്ലുവിൻ്റെ എൻട്രിയാണ്. അതായത് കുട്ടി വലുതായി എൻട്രിയാണ്. ഭീകരം എൻട്രി.
അതായത് ഓൾറെഡി ഇദ്ദേഹത്തിന് പറക്കാനുള്ള കഴിവുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ പറന്ന് കളിക്കുക. കാക്ക പറപറ, കൊക്ക് പറപറ, ഹരഹര മഹാരാജ പറപറ, ഇതിങ്ങനെ പറന്ന് കളിക്കുകയാണ്. മാത്രമല്ല ആ സമയത്ത് ചുഴലിക്കാറ്റ്, ഭൂകമ്പം, മറ്റേ മണൽ, പൊടി ഇതൊക്കെ പറക്കുക. ഇങ്ങനെ ഇടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്, ഞാൻ പറയും. അപ്പം ഇങ്ങനെ ഇദ്ദേഹം പാറി പറന്ന് ഇങ്ങനെ കളിക്കുക. പവൻ കല്യാണിൻ്റെ ക്യാരക്ടറിൻ്റെ വേറെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകര ബിൽഡപ്പാണ്. ഇദ്ദേഹം ഭയങ്കരനാണ്, ഇദ്ദേഹത്തിനില്ലാത്ത കഴിവുകളൊന്നുമില്ല. ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സൗണ്ട്, അതായത് സിംഹത്തിൻ്റെ ബിൽഡപ്പ് കൊടുത്തിട്ട് മിയാവ് പൂച്ചയുടെ സൗണ്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ഒരു സൗണ്ട് ആരുടെ ഡബ് ചെയ്തേക്കുന്നേ? ശോഭി തിലകൻ്റെ ഡേറ്റ് കിട്ടിയില്ലേ? ഇതേസമയം പാരലായിട്ട് ബോബിയുടെ ഔറംഗസേബിൻ്റെ ബോബിഡികളുണ്ട്, അപരാധങ്ങളുണ്ട്. ഞങ്ങളുടെ ഔറംഗസേബ് എന്തിനാടാ കൊന്നിട്ട്. അങ്ങനെ അടുത്തതായി ആടുപുലിയാട്ടം. കണ്ണൻ താമരകുളത്തിൻ്റെ ആടുപുലിയാട്ടമല്ല, ഇത് മല്ലയുദ്ധം. കുറേ തടിമാടന്മാർ വന്നിട്ട് ഈ മറ്റേ ഇദ്ദേഹമായിട്ട് ഹരഹര മഹാരാജയായിട്ട് മല്ലയുദ്ധം നടത്തും. അവിടെയാണ് നായികയുടെ എൻട്രി. നിധി അഗർവാൾ, പഞ്ചമി എന്നാണ് പേര്. നിധി അഗർവാൾ അനാഥയാണ്. ഞാൻ അനാഥയാണ് പക്ഷേ ഗുണ്ടിയല്ല. നിധി അഗർവാൾ അങ്ങനെ അനാഥയായിട്ട് ഇങ്ങനെ കരഞ്ഞ് മെഴുകി ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഇത് കാണുന്നത്, മല്ലയുദ്ധം. പൂഴിക്കടകൻ, അദ്ദേഹം പൂഴിക്കടകൻ യുദ്ധം നടത്തുക, മല്ലയുദ്ധം. അപ്പോൾ അവിടെയുള്ള ഒരു ബൈനോക്കുലറിൽ കൂടെ നിധി അഗർവാൾ ഇങ്ങനെ കാണുകയാണ്. പഞ്ചമി എന്നാണ് പേര്. പഞ്ചമി എന്ന് പറഞ്ഞാൽ തത്തയുണ്ട്, രണ്ടും പഞ്ചമിയാണ്. അങ്ങനെ പഞ്ചമി തത്തയും നിധി അഗർവാളിൻ്റെ പഞ്ചമി. അങ്ങനെ ബൈനോക്കുലറിൽ കൂടെ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഹരഹര മഹാരാജിൻ്റെ പൂഴിക്കടകം കണ്ട് കോൾമേര ഉള്ളതാണ് ആര്, പഞ്ചമി. അതിനുശേഷം പഞ്ചമിയും സംഘവും അവതരിപ്പിക്കുന്ന നാടോടി നൃത്തം, സംഘനൃത്തം. ഒരു കൂട്ടം വെറുപ്പിക്കൽസ് ടീമിൻ്റെ വരവാണ്. സുനിലുണ്ട്, സുബ്ബുരാജ് ബാഹുബലിയുള്ള കക്ഷി. ആദ്യം പേടുത്തോണ്ടായിട്ട് പിന്നെ ധൈര്യം വരുന്ന കക്ഷിയില്ലേ. പിന്നെ നസിക്കവിടെ നാസറുണ്ട്. ഇവർ 3 പേരും കൂടി ചേർന്നിട്ട് ഒരു സൈഡിൽ നിന്ന് വെറുപ്പിക്കുക. ചക്രം കറങ്ങണമെങ്കിൽ എണ്ണ പുരട്ടണം, പാരച്യൂട്ട്. കാര്യം ശരിയായി നടക്കണമെങ്കിൽ ചക്രം കറങ്ങണം. ഇവരുടെ പാട്ടായി വെറുപ്പിക്കൽസ് ടീം ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ നടക്കുക. ഹരഹര മഹാരാജ് പവൻ കല്യാൺ ചെയ്ത കഥാപാത്രം. പവൻ കല്യാണിനെ ഇതിനകത്ത് കാണാൻ കറക്റ്റ് അമ്മ ലുക്കാണ്. എന്നിട്ട് മലയാളത്തിൽ ഒരു ആചാരം ഉണ്ടല്ലോ, മമ്മൂട്ടി സിനിമകളിൽ, മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിനിമകളിൽ അദ്ദേഹത്തിന് ഭയങ്കര ഗ്ലാമറാണെന്ന് ആരെങ്കിലും പറയണം, നിർബന്ധമുള്ള അതൊരു ആചാരം പോലെ അങ്ങനെ തുടർന്ന് വരുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതുപോലെ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഈ പവൻ കല്യാൺ കാണാൻ പറയാണ്, എന്ത് ഭംഗിയാ കാണാൻ. അവിടെ കൊട്ടാരത്തിൽ ഇവിടെയൊക്കെയുള്ള സ്ത്രീകൾ. അതിമാരകമായൊരു സീനുണ്ട് ഇൻ്റർവെല്ലിനോട് അടുപ്പിച്ചിട്ട്. അത് നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായത് നിങ്ങൾ കണ്ടു കാണും. പിന്നെ ഇദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അതിഗംഭീരനായിട്ടുള്ള ഒരു കടുവ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ചൂണ്ടാണി മർമ്മൊക്കെ അറിയാം. ഇദ്ദേഹത്തിന് അറിയാത്ത പരിപാടിയൊന്നുമില്ല. അദ്ദേഹം കടുവയെ ആദ്യം നോക്കി പിടിപ്പിക്കും. എന്നിട്ട് ഇങ്ങനെ കടുവയോട് ഇങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ ആക്കുമ്പം കടുവങ്ങി ഇരിക്കും. മറ്റേ ഗോഡ് ഫാദറിൻ്റെ അവസാനത്തിലുണ്ട്, ശങ്കരാടീനെ അടിച്ച് ബോധം കെടുത്തിയിട്ട് ഇങ്ങനെ. അതുപോലെ അങ്ങനെ കോഹിനൂർ രത്നം തപ്പി പോവുകയാണ് ഇവർ. അപ്പോഴും നമ്മുടെ കബീർ ഗുഹൻ സിംഗ് ഒക്കെ വരും, നമ്മുടെ മാർക്കോയിലെ സൈറസ്. ഇനി നേരത്തെ പുലിയുടെ സീനിനേക്കാളും ഭീകര സീനുണ്ട്, അതിഭീകര സീനാണ്. അതായത് കാട്ടിൽ ഒരു കൂട്ടം ചെന്നായ്ക്കൾ, അതിഭീകരരായിട്ടുള്ള ചെന്നായ്ക്കൾ ഇവരാക്രമിക്കാൻ വരും. അപ്പോൾ പവൻ കല്യാൺ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന നേതാവായിട്ടുള്ള ചെന്നായുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. ഇത്ര എടുത്ത്, ചെന്നായുടെ കണ്ണിൻ്റെ ഇത്ര എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കിയിട്ട് എന്ത് സംഭവിക്കുന്നവർ അന്നേരം ചെന്നായിക്ക് ബ്ലഡ് പ്രഷർ കൂടും. അത് ഗ്രാഫിക്സിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ചെന്നായിയുടെ ഹാർട്ട് നമുക്ക് കാണാം, ഗ്രാഫിക്സിൽ കാണിക്കും. ഹാർട്ട് ഇങ്ങനെ വികസിച്ചിട്ട് ഇങ്ങനെ ഇതാവും. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും ചെന്നായിക്ക്. ഹാർട്ട് അറ്റാക്ക് വരുന്ന പേടിയിൽ ചെന്നായി കൂട്ട ഓടിക്കളയും. എന്താ അല്ലേ, മറ്റേ റെഡിൻ കിങ്സ്ലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ കങ്കു ഇറങ്ങിയ സമയത്ത്, അതുപോലെ ഉള്ള റോൾ റെഡിൻ കിങ്സ്ലി ഇതിലും ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയമേ ഉള്ളൂ, ഒരു ഐറ്റം സോങ് ഒക്കെ ഉണ്ട് റെഡിൻ കിങ്സ്ലി വരുന്ന സമയത്ത്, വെറുപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചിരി നിർത്താൻ പറ്റാത്ത, ചിരിച്ച് മരിക്കാൻ ഭാഗ്യ ഒരു സീനുണ്ട്. ഈ ഹരഹര മഹാരാജ് ആദ്യം കാട്ടിന് തീയിട്ടിട്ട് തീ അണയ്ക്കാൻ വേണ്ടി ഹരഹര മഹാരാജ് മഴ പെയ്ക്കും. അപ്പോൾ ഒരു മഴത്തുള്ളി ആകാശത്ത് വരുമ്പോൾ ഈ ഹരഹര മഹാരാജിൻ്റെ റിഫ്ലക്ഷൻ മഴത്തുള്ളിക്കകത്ത് എന്തെന്നാ ചെയ്തു വെച്ചിരിക്കുന്നത്, വലിയൊരു ഒരു കോൺവെക്സ് ലെൻസ് പോലെ ഇങ്ങനെ, അങ്ങനത്തെ റിഫ്ലക്ഷനില്ലേ സ്ക്രീന് മൊത്തം. എന്നിട്ട് അതിങ്ങനെ ചെറുതായി വന്നിട്ട് ഒരു മഴത്തുള്ളിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ വീഴും.
അസാധ്യം ഇമ്പോസിബിൾ സീൻ. നമ്മുടെ ഹരീഷ് പരടി ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്, കൈതരി സഹദേവൻ. അങ്ങനെ അവസാനമാകുമ്പോഴത്തേക്ക് പിന്നെ ഈ സിനിമയ്ക്ക് ഒരു അന്തവും കുന്തവും ഇല്ല. ഇവരെന്തോ കോഹിനൂർ എടുക്കാൻ പോകുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. അവസാനം നായകൻ നിസ്സഹായനായ ഒരു സിനാരി ഉണ്ടല്ലോ, നായകൻ ഭയങ്കരനാണ്, പക്ഷേ പുള്ളിക്ക് അടിക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരു സിനാരിയോ. അങ്ങനെ കുറേ സിനിമകളുണ്ടല്ലോ, അങ്ങനെ എല്ലാവരെയും ആക്രമിക്കുന്നു, വെട്ടി വീഴ്ത്തുന്നു, ലാസ്റ്റ് നായകൻ ഇളകുന്നു. നായകൻ പിന്നെ ആ ഒരു എലിവേഷൻ. ആ സമയത്തൊക്കെ കിരവാണി DSP ആയി മാറുന്നുണ്ടേ. പിന്നെ അങ്ങനെ നായകൻ പിന്നെ വെട്ടുന്നു, തിരിച്ച് വിട്ട് കൊള്ളുന്നു, വീണ്ടും എലിവേഷൻ മ്യൂസിക്. പിന്നെ കിരവാണി വീണ്ടും DSPയുടെ ഇതിൽ നിന്ന് ഇറങ്ങി വീണ്ടും അദ്ദേഹം തന്നെയായി, ഗംഭീരമായിട്ടുള്ള സ്കോറിങ്ങും പരിപാടിയൊക്കെ. അങ്ങനെ അവസാനം സിനിമ അവസാനിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഔറംഗസേബ് ബോബി ഡിയോളും അതുപോലെ തന്നെ ഇദ്ദേഹവും നമ്മുടെ ഹരഹര മഹാരാജും കൂടെ പവൻ കല്യാണും കൂടെ ഇങ്ങനെ എയറിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന സമയത്ത് അവസാനിക്കുകയാണ് ഈ കാട്ടവരാതം. ഇതിൻ്റെ 1-ാം ഭാഗമാണ് ആലോചിക്കണം, അടുത്ത വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫൈറ്റ് സീനിൽ ഇദ്ദേഹം ആദ്യം ഇങ്ങനെ ഔട്ട് വിളിക്കും അമ്പയറെ പോലെ, പിന്നെ ഇങ്ങനെ കാണിക്കും, പിന്നെ ഇങ്ങനെ കാണിച്ചിരുന്ന വെച്ചാൽ ഇങ്ങനെ ആക്ഷൻ നോക്കണേ, ഇദ്ദേഹത്തിൻ്റെ മർമാണിയാണ് അദ്ദേഹം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കഴുത്തിലേക്ക്